അവളെ ചിറ്റപ്പന്മാരെല്ലാവരും അവളും കൂടെ എൻ്റെ മോനെ തല്ലിക്കൊടുത്തു. അവൾക്ക് കാമുകന്മാരെ നല്ല ഫാഷൻ സാധനങ്ങളുമൊക്കെ മതി അവൾക്ക്. അവർ 5 പേര് കൂടെ ചേർന്നാണ് എൻ്റെ മോനെ അകപ്പെടുത്തിയത്. 9 മണിക്ക് തന്നെ എൻ്റെ മോൻ മരിച്ച്. അവിടെ തന്തേ തൂങ്ങിയാ മരിച്ചത്. ഇവിടെ തന്തേവേ തൂങ്ങിയാ മരിച്ചത്. എല്ലാവരും കൂടെ പുള്ളിയെ തല്ലുന്നു എന്ന് പറയുന്നു. അത് കണ്ട് ഞാൻ ഓടിച്ചില്ലേ പിടിച്ചു മാറ്റാൻ ചെന്ന് എന്നെയും മർദ്ദിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ വന്നു വണ്ടിയുടെ അകത്ത് ആശുപത്രി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് യാത്രാമധ്യേ ആള് പോയി എന്ന് പറഞ്ഞു. ഞാനവിടെ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് അവൻ്റെ ജീവൻ പോകുന്നത്. കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയാമോ? എന്താണ് സംഭവിച്ചത്? ആഴ്ചയിൽ 2 ദിവസം കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാറുണ്ട്, ശനിയും ഞായറും ദിവസങ്ങൾ. അതുപോലെ തന്നെ ഞായറാഴ്ച വൈകിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് അവിടെ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് കുഞ്ഞിനെ കൊണ്ടുവരികയും ഞായറാഴ്ച വൈകിട്ട് കൊണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ് 2 ദിവസത്തെ ലീവ് കൂടെ ഉണ്ട്, 5 ദിവസത്തെ ലീവാണ്, ചൊവ്വാഴ്ച കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച 5 മണിക്ക് എൻ്റെ മോൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോയി അവിടെ ചെന്ന് കുഞ്ഞിനെ ആക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവളവിടെ വഴക്കായി. അവൾ കൊച്ചിനെ കയറ്റത്തില്ല എന്ന് കണ്ട് അവന് വണ്ടിയെടുത്ത് നിന്ന് കുഞ്ഞിറങ്ങത്തതുമില്ല. കുഞ്ഞിറങ്ങി വണ്ടി ഓടിച്ചു വന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അവിടെ ചെന്ന് ബഹളം വെച്ച് ഇവൾ കുഞ്ഞിനെ പിടിച്ചടിക്കുകയും അവനെ ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ അവനെ എന്തോ ചെയ്ത് അവളെ ചിറ്റപ്പന്മാരെല്ലാവരും അവളും കൂടെ എൻ്റെ മോനെ തല്ലിക്കൊന്നു. അവളാണ് 1-ാം പ്രതി, ആ കൊലപാതകയാണ് അവൾ. അതിനുശേഷം അവളുടെ ചിറ്റപ്പന്മാരും മറ്റ് പ്രതികൾ ഇവരെല്ലാം കൂടി ചേർന്ന് എൻ്റെ മോനെ അകപ്പെടുത്തി. ഇതാണ് നടന്ന സംഭവം. ഇവന് ഇവളുമായിട്ട് പ്രേമിച്ചുള്ള വിവാഹമായിരുന്നു. പ്രേമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് എൻ്റെ കൂട്ടത്തിലുള്ളവരും അവളുടെ കൂട്ടത്തിലുള്ളവരും ആരും ഇതിനൊന്നും നിലനിന്നില്ല. എൻ്റെ മോൻ്റെ ഇഷ്ടപ്രകാരം ഞാനും അവളും കൂടി ആ കല്യാണം സമൂഹ വിവാഹമായിട്ട് എറണാകുളത്ത് വെച്ച് നടത്തി. ഉദിച്ച ഇതഞ്ഞയുടെ നേതൃത്വത്തിൽ 5-10 കല്യാണം അവിടെ നടന്ന കൂട്ടത്തിൽ ഒരു കല്യാണമായിരുന്നു ഇത്. കല്യാണം നടത്തി പോയതിന് ശേഷം ഞാൻ വിചാരിച്ച എന്തെങ്കിലും പാവങ്ങളല്ലേ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ആ മനസ്ഥിതി ആയിപ്പോയി എനിക്ക്. അല്ലെങ്കിൽ ഞാൻ അതിന് ഒരുങ്ങത്തില്ലായിരുന്നു. അവളുടെ ഇഷ്ടത്തിന് വേണ്ടി ഇവൻ നിന്നുകൊടുത്തതിൻ്റെ ഫലമാണ് ഇവനെ അവരകപ്പെടുത്തിയത്. അവൾ എന്തു പറയുന്നത് അതിനപ്പുറം അവൾ പ്രവർത്തിച്ചില്ല. 3-4 പ്രാവശ്യം ഇവിടുന്ന് കരയിച്ച് പോകുമ്പോൾ ഈ മോളെ കൊണ്ടുപോയിട്ടില്ല. അവൾ കൈക്ക് പിടിച്ച് ഈ കുഞ്ഞിനെ കൊണ്ടുകൊണ്ട് പോയിട്ടില്ല. അവൾക്ക് കുട്ടികളെ വേണ്ട, അവനെയും വേണ്ട. അവൾക്ക് കാമുകന്മാരെയും നല്ല ഫാഷൻ സാധനങ്ങളുമൊക്കെ മതി അവൾക്ക്. അയാൾ ഒരു ഫ്രോഡ് സ്ത്രീയായി മാറിയ അവിടെ ഒരു ചേട്ടത്തി ഉണ്ട്. അവളും 2 മക്കളുമായിട്ട് അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അവൻ കളഞ്ഞിട്ട് പോയി. അവളാണ് ആ വീട് ഭരിക്കുന്നത്. ഇവളും ഇവിടെ അമ്മയും അവിടെ ഒരു മൂത്ത ചേട്ടത്തി ഉണ്ട്, അത് ഇതിൽപ്പെടുന്നതല്ല, അത് പിന്നെ മൂന്നാർ താമസിക്കുക. ഇവിടെ 3 പേരും കൂടെ ആണ് എൻ്റെ മോനെ കൊലപ്പെടുത്തിയത്. അതിന് മുഖ്യധാര ഇവിടെ കൊണ്ടുവന്ന ആ ഫ്രോഡാണ്. സംഭവത്തിലേക്ക് നയിച്ചത് അവൾ ഒറ്റൊരുത്തിയാണ്. ഒറ്റൊരുത്തി എന്ന് പറയാനൊക്കത്തില്ല, അവളാണ് കൊലപാതകയുടെ 1-ാം പ്രതി. അവർ 5 പേര് ചേട്ടാനിയന്മാർ 5 പേര് ഒരു കാമ്പൗണ്ട് നിൽക്കുക, 5 പേര്. അതിന് തെക്കുവശം മാറി എൻ്റെ 2-ാമത്തെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പേര് ഒറ്റ. അവിടെ വെച്ചാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്നതും ഈ കുഞ്ഞോടി അവിടെ വരുന്നതും. അവിടാണ് ഇവൻ എപ്പോഴും പോകുന്നത്. അവൻ്റെ വല്യച്ഛൻ്റെ വീടായതുകൊണ്ട് അവിടുത്തവനുമായി ഇവൻ ഒരുപോലെ നടക്കുക. സഹോദരങ്ങൾ 2 ആണെങ്കിലും കൂട്ടുകാരെ പോലെ തന്നെ നടക്കുക. പുള്ളിയും സംഭവ സ്ഥലത്തുള്ള ആളാണ്. എൻ്റെ മോനും ചേട്ടൻ്റെൻ്റെ മക്കളാണെങ്കിലും ചേട്ടൻ്റെൻ്റെ മക്കളായിട്ടല്ല അവർ കഴിയുന്നത്, കൂട്ടുകാരെ പോലെ നടക്കുക. 8:30 ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞ് അത് കുഞ്ഞിനെ ആക്കാൻ നിൽക്കാച്ച കൊടുത്തേച്ച് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ മോൻ വരുന്നത് ഇന്നലെ 6 മണിയായപ്പോഴാണ് എൻ്റെ മോനെ ഇവിടെ കൊണ്ടുവരുന്നത്. ആ 8:30 മുതൽ നേരം വിളിക്കുന്നിടം വരെ ഞാനും എൻ്റെ ഭാര്യയും റോഡിൽ നിൽക്കുക. ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. 9 മണിക്ക് തന്നെ എൻ്റെ മോൻ മരിച്ച്. അത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഒടുവിൽ മനസ്സിലാക്കിയത്. ഈ ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. അപ്പോഴെല്ലാവരും പറഞ്ഞ് കായംകുളത്തുണ്ട്. ഞാനന്നേരം ചോദിക്കേണ്ട, കായംകുളത്തുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ഒരു കോൾ എടുക്കുമല്ലോ? ഇത്രയും വിളിച്ചാൽ എല്ലാവരെയും മാറി വിളിച്ചാൽ എടുക്കുന്നില്ല. ഞാൻ അവസാനം ചോദിച്ച്, അവനെ വണ്ടാനത്താണോ കൊണ്ടുപോയ പുഷ്പഗിരിയിലാണോ കൊണ്ടുപോയി, എവിടാണെന്ന് പറയടാ എന്ന് അവിടെ നിന്നവരോട് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അക്ഷരം. അപ്പോൾ ഞാൻ പറയും, പാടി നമുക്ക് പോവാം, നാളെ രാവിലെ നമുക്ക് വാസ്തവം പോകാമല്ലോ കയറി വണ്ടാനത്താണെങ്കിൽ എന്നും പറഞ്ഞ് ഇവിടെ വന്ന് 3/4 മണിക്കൂർ കഴിയുന്നേക്കാൾ മുമ്പേ. അപ്പോൾ ഒരു 3:20 3:20 അവരിതെല്ലാം കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം കൂടെ പോയ എൻ്റെ മക്കളെല്ലാവരും
എല്ലാവരും കൂടി ചേർന്ന് അതവിടെ വെച്ചിട്ട് ഇവിടെ വന്ന് ഇതിപ്പോൾ യാതായാതായിട്ട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ മരിച്ചെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ അറിഞ്ഞില്ല. അവർ കരുതി കൂട്ടിക്കൊണ്ട് പ്ലാൻ ചെയ്ത് കൊന്നത്. അവിടെ തന്തേ തൂങ്ങിയാ മരിച്ചത്. ഇവിടെ തന്തേവേ തൂങ്ങിയാ മരിച്ചത്. അപ്പോൾ കുടുംബത്തെപ്പറ്റി നിങ്ങൾ നല്ലപോലെ ആലോചിച്ചോളണം. കേസ് പിന്നെ ഇവിടെ ഇന്നലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞതാണ് മരണകാരണം രക്തസ്രാവം ഉണ്ടായാണ് കൊലപാതകമാണെന്ന് മനസ്സിലായി. അവനെ നശിപ്പിച്ചാലേ അവളുടെ സ്വൈരവികാരങ്ങൾ നടക്കത്തുള്ളതുകൊണ്ട് ഇത് കരുതി കൂട്ടി ചെയ്തതാണ്. കരുതി കൂട്ടി ചെയ്താൽ നല്ല ഈ എൻ്റെ ഇവിടെ തൂക്കിക്കൊല്ലണമെന്നാണ് പറയുന്നത്. ഈ സൈസ് അത് ഈ സമൂഹത്തിനൊരു പാഠം. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നെങ്കിൽ ഇപ്പം എൻ്റെ മോൻ ഇത് വന്ന് വേറെ നാളെ ഒരുത്ത എൻ്റെ മോൻ ഇത് വരാതിരിക്കണമെങ്കിൽ ഈ ഇങ്ങനെ ഉള്ളവളുമാർക്ക് ഈ പിന്നെ എന്ത് വനിതകൾക്ക് ഇപ്പോൾ വേറെ എന്തോന്ന് ഉണ്ടല്ലോ ഒരു നിയമം. ആ പ്രോജക്റ്റ് അതിൽ നിന്ന് അങ്ങ് എടുത്ത് കളയണം. എന്നെങ്കിലേ ഇവിടുത്തെ ഈ സമൂഹവും ഈ നാടും രക്ഷപ്പെടത്തും. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് തോന്നിയവാസവും കാണിക്കും. പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാനുള്ള ഒരു നിയമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പെണ്ണ് വന്നാണിനെ ഇടിച്ചാലും നിയമം അവരുടെ വഴിയിലാണ് നടക്കുന്നത്. ആണുങ്ങൾ ചുമ്മാ വല്ലതും നിൽക്കുകയായിരിക്കും. ഇടിക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. അവരെ ഇടിച്ചെന്ന് അവർ പറയുന്നത്. അവിടെ കോടതിയും പോലീസും നിൽക്കുന്നു. കോടതിയുടെ നിയമം അതാ. അപ്പോൾ എന്ത് വില കൊടുത്തും ഇങ്ങനെയുള്ളവളുമാരെ തൂക്കിക്കൊലയ്ക്ക് വിധിക്കണം. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് കിഷോർ എന്നാണ്. കിഷോർ. ചേട്ടൻ പുള്ളിയുടെ കൂടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞു. എന്താണ് അവിടെ നടന്നത്? അതായത് പുള്ളിയുടെ വൈഫുമായിട്ട് ഭയങ്കര ഒരു 1.5 കൊല്ലം കൊണ്ട് അകർന്ന് ജീവിക്കുന്നവരാണ്. എൻ്റെ അനിയനാണ് ആൾ. കുഞ്ഞിനെ അതായത് ഇവർ അവധി ദിവസങ്ങളിൽ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തിരിച്ച് കൊണ്ടുവിടാറുണ്ട്. അങ്ങനെ ഒരു 2 ദിവസം അവധി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവിട്ട് രാത്രി ഒരു 8-9 മണിയായി. അപ്പോൾ അവിടെ കുഞ്ഞിനെ വിട്ടപ്പോൾ കുഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിനെ അത് അമ്മ അടിക്കുമെന്നുള്ള പേടിയിൽ കുഞ്ഞ് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നു. കുഞ്ഞു അച്ഛൻ്റെ കൂടെ പോയാൽ മതി എന്ന് വാശി പിടിച്ച് അവിടെ നിന്നു. അങ്ങനെ നിന്ന് അവർ സംസാരമായി. അവർ തമ്മിൽ സംസാരിച്ച് ചില വാക്കുകൾ, അതായത് ഒരുപാട് വെച്ചാൽ നല്ല ചീത്ത പറഞ്ഞു. പെണ്ണ് കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള തെറിയാണ് പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ആർക്കാണെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകുമല്ലോ. അങ്ങനെ പുള്ളി പ്രകോപിക്കുകയും തുടർന്ന് ഇവള് അവിടെ അലമുറ ഉണ്ടാക്കി അപ്പുറത്തുനിന്ന് അവരുടെ കൊച്ചിച്ചന്മാർ അവരെയാണ് കൊണ്ടുവരുന്നത്. ഈ സംഭവമെല്ലാം കണ്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ, എൻ്റെ വീട് തൊട്ട് പറ്റിയാണ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്ത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിതെല്ലാം സാധാരണ അങ്ങനെ നടക്കുന്നതാണ് അവിടെ. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പോയില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരനാന്ന് പറയുന്നത് എല്ലാവരും കൂടെ പുള്ളിയെ തല്ലുന്നു എന്ന് പറയുന്നു. അത് കണ്ട് ഞാൻ ഓടിച്ചെല്ലുകയായിരുന്നു. ഓടിച്ചെന്ന് പിടിച്ചു മാറ്റാൻ ചെന്ന് എന്നെയും മർദ്ദിക്കുകയും ചെയ്ത് ഞാനവിടെ വീഴുകയും അവസാനം അവരെല്ലാം കൂടി നിന്ന് അടിക്കുകയായിരുന്നു. അവസാനം പറഞ്ഞ പുള്ളിയും വന്ന് തിരിച്ച് ഒരു 2-3 സ്റ്റെപ്പ് മുന്നോട്ട് വന്നെന്നുള്ളൂ. അവൻ തന്നെ മറിഞ്ഞങ്ങ് വീഴുകയായിരുന്നു. അവനെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നോക്കി. അപ്പോഴത്തേക്കും നമുക്കത് നടന്നില്ല. അപ്പോഴത്തന്നെ മൂത്രം പോവുകയും തുടർന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ വന്ന് വണ്ടിയുടെ അകത്ത് ആശുപത്രി എത്തിച്ചു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് യാത്രാമധ്യേ ആൾ പോയി എന്ന് പറയും. അവരുടെ വീട്ടിലോട്ട് നമ്മളിതുവരെ പോകുന്നില്ല. അവിടെ വീട്ടിൽ ചിലപ്പോൾ കയറി ആക്രമിച്ചാൽ അവർക്കത് തിരിച്ച് എന്തെങ്കിലും കേസ് കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്കറിയില്ല. പെട്ടെന്ന് അതായത് അവരുടെ സഹോദരങ്ങളെല്ലാം കൂടെ വന്നാൽ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴത്തേക്കും ദൂരെ നിൽക്കുക. എൻ്റെ കൂട്ടുകാരൻ വന്ന് പറയുന്നു, ദേ എല്ലാവരും കൂടെ അവനെ തല്ലുന്നു എന്ന് പറയുന്നത് കണ്ടിട്ടാണ് ഞാൻ ഓടിച്ചെല്ലുന്നത്. അപ്പോൾ അവരുടെ വലിയ കമ്പി പൊടി ഇതെല്ലാം ഇരിപ്പുണ്ട്. തടുത്തം പിടിക്കാൻ ചെല്ലി എന്നെ തന്നെ അടിച്ച് ആദ്യം ആ കാട്ടിയിടുകയായിരുന്നു. ഞാൻ പിന്നെ എഴുന്നേറ്റ് വരികയും അതിനുള്ള സമയം കൊണ്ട് ഇടപെടിയില്ല. ഒരു 2-3 മിനിറ്റ് കാണത്തുള്ളൂ. അടി അവിടെ നടന്ന് മുന്നോട്ട് വേറൊരു സുഹൃത്തും വന്ന് പിടിക്കുകയും തന്നെ മറിഞ്ഞ് വീഴുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കറിയാൻ അങ്ങനെ ഒരു ബന്ധം ഉള്ളതിൻ്റെ പേരിലാണ് ഉള്ളതിൻ്റെ പേരിലാണ് ഇവർ ഡിവോഴ്സ് അല്ല ഈ എന്താ പറയുക വേർപിരിഞ്ഞ് നിൽക്കാൻ കാരണം. കുഞ്ഞുള്ളതിൻ്റെ പേരിലാണ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നത്. കുഞ്ഞിനെ അവധി ദിവസങ്ങളിൽ കൊണ്ടുവരികയും തിരിച്ച് കൊണ്ടുവിടുകയും ചെയ്യുന്നത്. സംഭവ സ്ഥലത്ത് നിന്നിട്ട് അവർ തന്നെയാണ് പോലീസിനെ വിളിക്കുന്നത്. പോലീസ് വന്നു. അപ്പോൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പറഞ്ഞ് പോലീസ് വന്നിട്ട് പോകാമെന്നും പറഞ്ഞു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ ഇത്ര ആൾക്കാരും കൂട്ടത്തോടെ വന്ന് അടിക്കുകയും അതായിട്ട് വീണ് ഇങ്ങനെ മരണപ്പെടാനുള്ള സാധ്യത. ഞാനവിടെ എൻ്റെ മടി കിടന്നിട്ടാണ് അവൻ്റെ അതായത് ജീവൻ പോകുന്നത്. മൂത്രം പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തെങ്കിൽ നമുക്കത് CPR കൊടുത്തു നോക്കി. എന്നിട്ടും ആ ഒരു ഇത് കിട്ടിയില്ല. കിട്ടാതെ പെട്ടെന്ന്
ക്ഷതം വന്നാൽ മരിച്ചത്. കമ്പി വെടി വെച്ചാൽ വണ്ടിയുടെ 2 വീലറിൻ്റെ താക്കോൽ വരെ ഒരു ലേഡി വീട്ടിൽ കൊണ്ടുവച്ചു. അവസാനം പോലീസാണ് താക്കോല് കൊണ്ടുവന്ന് ആ വണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്ക്. പുള്ളിക്കാരൻ അവിടെ വന്നപ്പോൾ ഈ സംസാരം നടന്നുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരനെ മാനസികമായിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്, ആണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ മാനസികമായിട്ട് കൈവിട്ടുള്ള പണി ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അവർ ഈ പെണ്ണ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ വീട് കയറി ആക്രമിച്ചു, അങ്ങനെയുള്ള രീതി ചെയ്ത് തീർക്കാനുള്ള പരിപാടിയായിരിക്കും അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ അന്നേരവും പറയുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് കുറേ മൊത്തവും പറഞ്ഞു. എന്നിട്ടും ഈ സംഭവം കുഞ്ഞ് ഫ്രണ്ടിലുണ്ട് അന്നേരം. ഇപ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പുറം സൈഡിലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കമ്പി ഓടി പൊങ്ങുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് പിടിച്ചത് ചേട്ടനാണ് പിടിച്ചത്. പിടിച്ചപ്പോൾ ചേട്ടനെ അടിച്ച് താഴെ കളയുമായിരുന്നു.